സെമിത്തേരിയിലെ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നു. ഇരിട്ടി അയ്യപ്പൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലാണ് കരിക്കോട്ടരി പോലീസ് അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി 38-ാം നമ്പർ പൊതുകല്ലറ തുറന്നപ്പോഴാണ് പെട്ടിയിൽ അടക്കം ചെയ്ത രീതിയിൽ ഒരു മൃതദേഹവും പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹമെന്ന് തോന്നിക്കുന്ന മറ്റൊന്നും കണ്ടെത്തിയത്. ക്രൈസ്തവ ആചാരപ്രകാരം പായയിൽ പൊതിഞ്ഞ് മൃതദേഹങ്ങൾ സംസ്കരിക്കാറില്ലാത്തതിനാൽ പള്ളി അധികൃതർ അപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സ്ഥലത്തെത്തി തുറന്ന കല്ലറ അടച്ച് സെമിത്തേരി പൂട്ടി. പള്ളിക്ക് പിൻഭാഗത്തായി ബേസ്മെന്റിൽ ഗ്രിൽസ് ഇട്ട് സുരക്ഷിതമായാണ് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്തില്ലാതിരുന്ന ഇടവക വികാരി ഫാദർ ജിൽബർട്ട് കോന്നയിൽ എത്തിയതിനു ശേഷം ഇന്നലെ പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മരണ രജിസ്റ്ററുകൾ പരിശോധിച്ചു. എന്നാൽ 38-ാം നമ്പർ കല്ലറയിൽ അടക്കം ചെയ്തവരുടെ പട്ടികയിൽ പായയിൽ പൊതിഞ്ഞ മൃതദേഹം സംബന്ധിച്ച സൂചനകൾ കണ്ടെത്താനായിട്ടില്ല. ഈ പള്ളിയിൽ കുടുംബ കല്ലറകളില്ല. 2019 ശേഷം സെമിത്തേരി നവീകരിച്ചിരുന്നു. ഇതിനുശേഷം കല്ലറകൾക്ക് പുതിയ ക്രമനമ്പറുകൾ നൽകിയിരുന്നു. അപ്പോൾ പഴയ നമ്പറുകളിൽ പലതിനും മാറ്റം സംഭവിച്ചു. പുതിയ നമ്പർ നൽകിയപ്പോൾ പഴയ നമ്പറുകൾ കല്ലറകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇതോടെ ഒരേ മാതൃകയിൽ നിർമ്മിക്കുന്ന കല്ലറകളുടെ നമ്പറിലെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് രജിസ്റ്റർ പ്രകാരം അടക്കം ചെയ്തവരെ കണ്ടെത്തുന്നതിന് തടസ്സമായി. മരണ രജിസ്റ്ററിൽ സംസ്കരിച്ചവരുടെ വിശദാംശങ്ങളുണ്ട് എങ്കിലും നവീകരണത്തിന് മുൻപും ശേഷവുമുള്ള നമ്പറുകൾ തമ്മിലുള്ള ആശയക്കുഴപ്പം പല കുടുംബങ്ങളിലെയും ബന്ധുക്കൾക്ക് കല്ലറ തിരിച്ചറിയാൻ തടസ്സമായി. 11 വർഷമായി കല്ലറ തുറന്നിട്ട്. 2006-ലും 2015-ലും കല്ലറയിൽ സംസ്കാരം നടന്നിട്ടുണ്ട്. ഈ 2 കുടുംബങ്ങളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു കുടുംബം ഇപ്പോഴും ഇടവകയിൽ തന്നെയുണ്ട്. സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുള്ള 93 പേരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനാണ് ഇടവക സമൂഹത്തിന്റെ തീരുമാനം. അടക്കം ചെയ്തതായി സംശയം പറഞ്ഞ ചിലരുടെ കുടുംബാംഗങ്ങളെ പോലീസ് സാന്നിധ്യത്തിൽ സെമിത്തേരിയിൽ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും 38-ാം നമ്പർ കല്ലറയിൽ അവരുടെ ബന്ധുക്കളെ അടക്കം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കി. പള്ളി അധികൃതർ മരണ രജിസ്റ്റർ പരിശോധിച്ച ശേഷം ലഭ്യമാകുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും എന്ന് പോലീസ് അറിയിക്കുന്നു. അസ്വാഭാവികത തോന്നിയപ്പോൾ തന്നെ പോലീസിന് വിവരം നൽകി എന്നാണ് ഇടവക വികാരി പറയുന്നത്. കല്ലറയിൽ കണ്ട വസ്തു മൃതദേഹമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നും ഇടവകയിൽ അടക്കം ചെയ്തവരുടെ പട്ടിക പരിശോധിച്ച ശേഷം സംശയ ദൂരീകരണം നടത്തുന്നതിനായില്ലെങ്കിൽ വിശദമായി പരാതി നൽകി കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ഇടവക സമൂഹത്തിന്റെ തീരുമാനമെന്ന് ഇടവക വികാരി പറയുന്നു.